കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി യൂദ അപ്പോസ്തലന്റെ ലേഖനം 24-ാമത്തെ വാക്യമാണ് നാം വായിക്കുവാൻ പോകുന്നത്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. 25-ാമത്തെ വാക്യോട് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ വീണ്ടും താഴോട്ട് ഒരു ഉപസംഹാരമാണ്. അവിടെ സർവ്വകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും മഹത്വമൊക്കെ ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അപ്പോസ്തലൻ യൂദയുടെ എഴുത്തിന്റെ ഒറ്റധ്യായമേ ഉള്ളൂ. വളരെ പ്രാധാന്യമുള്ള ഒരു ലേഖനം. പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചാണ് താൻ എഴുതുവാൻ താല്പര്യപ്പെട്ടതെങ്കിലും 3-ാമത്തെ വാക്യത്തിൽ തന്നെ അത് താൻ എടുത്തു പറയുന്നു. രക്ഷയുടെ പ്രാധാന്യത കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി ലഭിക്കുന്ന സൗജന്യമായ നിത്യരക്ഷയെ സംബന്ധിച്ച് എഴുതുവാൻ താൻ സകല ഉത്സാഹവും കാണിച്ചു, അല്ലെങ്കിൽ അതിനുവേണ്ടി താൻ പ്രയത്നിച്ചു. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് യൂദ അപ്പോസ്തലന് മറ്റൊരു ഡയറക്ഷൻ, വേറൊരു നിയോഗം നൽകി. അത് മറ്റൊന്നുമല്ല, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് തനിക്ക് തോന്നി. പിന്നെ എന്തുകൊണ്ട് വിശ്വാസത്തിന്റെ ഒരു പോരാട്ടം മുൻപോട്ട് വരുമ്പോൾ വിശ്വാസത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്കുള്ള മാറ്റത്തെ മറ്റു ഡൈമെൻഷൻ യൂദ അപ്പോസ്തലൻ ഇവിടെ വെളിപ്പെടുത്തുന്നു. 3-ാം വാക്യത്തിൽ ഒരിക്കലും വിശുദ്ധന്മാർക്ക് പരിമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം അത് പ്രാധാന്യമുള്ളതാണെന്നും ആ വിശ്വാസം വേണ്ടി പോരാടണമെന്നും പറഞ്ഞു തുടങ്ങിയ അപ്പോസ്തലൻ ഈ ലേഖനം ഉപസംഹരിക്കുമ്പോൾ ആ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് 20-ാമത്തെ വാക്യം, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. നിങ്ങളതിന്റെ മാറ്റം ശ്രദ്ധിച്ച് കാണുമല്ലോ. പ്രാഥമികമായ വിശ്വാസത്തിൽ നിന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ നാം പഴയ നിയമം പഠിക്കുമ്പോൾ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്നൊക്കെ പറയുന്ന പോലെ വിത്തിന്റെ ഉപമയിൽ കർത്താവായ യേശു പറഞ്ഞു 30, 60, 100 മേനി എന്ന് പറയുന്ന പോലെ ഇനിയും മനുഷ്യന്റെ ശരീരഘടനയിൽ ആത്മാവ്, ദേഹി, ദേഹം എന്ന് പറയുന്നത് പോലെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അതിവിശുദ്ധ വിശ്വാസം അത് വളരെ മഹത്തരമാണ്, ശ്രേഷ്ഠകരമാണ്. അതൊരിക്കലും ഒരു സാധാരണ കോമൺ ഫെയ്ത്ത് അല്ല, സാധാരണ വിശ്വാസം. സുവിശേഷങ്ങളൊക്കെ നമ്മൾ അപ്രകാരമുള്ള പാഠങ്ങൾ കാണും. കനാനി സ്ത്രീയോട്, ശതാധിപനോട്, രക്തസ്രവക്കാരിയ സ്ത്രീയോട്, ബർത്തിമായോട് ഒക്കെ കർത്താവ് പ്രതികരിക്കുന്ന ഭാഗം സുവിശേഷങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കനാനി സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ലെന്ന്. കർത്താവിനെ അവൾ തന്റെ വിശ്വാസം കാണിച്ചു. ശതാധിപന്റെ വിശ്വാസത്തെ കർത്താവ് പ്രകീർത്തിച്ചു. വിശ്വാസം നായകനായ യേശുവിനെ പോലും ശതാധിപന്റെ വിശ്വാസം ആശ്ചര്യപ്പെടും. കാരണം വളരെ പ്രശംസയോടാണ് കർത്താവ് ശതാധിപനെ കുറിച്ച് പറഞ്ഞത്. ഇസ്രായേലിൽ കൂടെ ഞാൻ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. 12 സംവത്സരം രക്തസ്രവമുള്ള സഹോദരിയോടും അവരുടെ വിശ്വാസത്തെ കർത്താവ് പ്രശംസിച്ചു സംസാരിച്ചു. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. നമുക്കിത് സുവിശേഷ ഭാഗങ്ങളൊക്കെ മാറി മാറി പല സ്ഥലങ്ങളിൽ കാണുവാൻ കഴിയും. അതൊരു സാധാരണ വിശ്വാസം. എന്നാൽ കുറച്ചുകൂടെ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് വിലയേറിയ വിശ്വാസം കാണാൻ കഴിയും. അവിടെ ഉടനെ പത്രോസ് തീയിൽ ശോധന കഴിക്കുന്ന വിശ്വാസത്തെ കുറിച്ച് അത് പൊന്നുപോലെ ഉള്ളതാണ്. നമുക്കറിയാം, പൊന്ന് തീയിലിട്ടാൽ അത് ശുദ്ധീകരിക്കപ്പെടും, അതിന്റെ കീടം മാറും, അത് കൂടുതൽ മാറ്റുളവാകും, അതിന്റെ അശുദ്ധി മാറി പൊന്ന് കൂടുതൽ ശോഭയോടെ അതിന്റെ തനിമ വർദ്ധിക്കുവാൻ ഇടയാകുന്ന പോലെ തീയിൽ ഒരിക്കലും അത് ഒരു ചാരമായി തീരുന്നില്ല, നശിച്ചു പോകുന്നില്ല. പൊന്ന് തീയിൽ പിടിച്ചു നിൽക്കുന്നു, തീയെ അതിജീവിക്കുന്നു. അവിടെ അപ്പോസ്തലൻ പറയുന്നത് വിലയേറിയ വിശ്വാസമാണ്. വിലയേറിയത്, അല്ലെങ്കിൽ തകർന്നു പോകാത്ത, ഉടഞ്ഞു പോകാത്ത, നിലംപരിഞ്ഞായി പോകാത്ത, എന്താണെങ്കിലും പറയാം, ഉടഞ്ഞു പോകാത്ത വിശ്വാസ കപ്പൽ, തകർന്ന് പോകാത്ത ഭവനം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാത്ത വിശ്വാസം. ആ വിശ്വാസം കൂടുതൽ ശക്തിയോടെ ശോഭിച്ച് നിൽക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ യൂദ അപ്പോസ്തല ലേഖനത്തിൽ പ്രിയമുള്ളവരെ, അതിവിശുദ്ധ വിശ്വാസം അതൊരു അതിപരിശുദ്ധ സ്ഥാനവുമായിട്ടൊക്കെ ബന്ധം ഉണ്ട്. കാരണം വിശ്വാസം എന്ന് പറയുന്നത് ലോകത്തിൽ ഉൽപ്പന്നമല്ല, നമ്മുടെ മാർക്കറ്റിൽ വാങ്ങുവാൻ പറ്റുന്ന ഒരു കമ്മോഡിറ്റി അല്ല, അല്ലെങ്കിൽ ലോകം സൃഷ്ടിക്കുന്ന ഒരു ഉൽപാദനമല്ല, ലോകം സൃഷ്ടിക്കുന്ന ഒരു ഉൽപ്പന്നമല്ല. വിശ്വാസം ദൈവവചനത്തിൽ വരുന്നു. ഇവിടെ അതിവിശുദ്ധ സ്ഥലത്ത് മഹത്വവും തേജസ്സും ശക്തിയും മാത്രമേ ഉള്ളൂ, ദൈവസാന്നിധ്യം മാത്രമേ ഉള്ളൂ. അവിടെ മറ്റു യാതൊരു കാര്യങ്ങളുമില്ല. അവിടെ 24/7 ദൈവ തേജസ് മാത്രമേ അവിടെ വെളിപ്പെടുന്നു. കണ്ടു, അതിന്റെ മാറ്റം കണ്ടു. സാധാരണ വിശ്വാസത്തിൽ നിന്ന് വിലയേറിയ വിശ്വാസത്തിലേക്കും, വിലയേറിയ വിശ്വാസത്തിൽ നിന്ന് അതിവിശുദ്ധ വിശ്വാസത്തിലേക്കുള്ള ഒരു പുരോഗതി, മാറ്റം. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മൾ എവിടുന്ന് തുടങ്ങി എങ്ങോട്ട് പോകുന്നു, എന്താണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥകൾ, ഏത് സ്ഥിതിയിലാണ് നാം തുടരുന്നത്? ഇപ്പോഴും പ്രാഥമികമായ ഒരു കോമൺ ഫെയ്ത്ത്, സാധാരണ വിശ്വാസം, എലിമെന്ററി ഫെയ്ത്ത് അത് മാത്രമാണോ? അതോ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്ന, ദൈവതേജസ്സിൽ പ്രശംസിക്കുന്ന, കർത്താവിൽ മാത്രം പുകഴുന്ന, ക്രൂശിൽ മാത്രം പ്രശംസിക്കുന്ന വിശ്വാസത്തിന്റെ അതിമഹത്തായ മുന്നേറ്റത്തിന്റെ പാതയിൽ ഇന്ന് നിങ്ങൾ എവിടെയായിരിക്കും? നമുക്കൊന്ന് സ്വയം ശോധന. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ വിശ്വാസത്തിന്റെ അളവ് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കും ഇടയാകട്ടെ എന്ന് ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് 24-ാമത്തെ വാക്യം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുന്നത്. ദൈവം നിർത്തുന്നു. ഇന്നത്തെ ചിന്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം, ദൈവം നിങ്ങളെ വീഴാതെ വണ്ണം അവന്റെ സന്നിധിയിൽ ദൈവം നിങ്ങളെ നിർത്തും.
1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ അവൻ പ്രത്യക്ഷമാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിക്കും. നാം ദൈവസന്നിധിയിൽ അവന്റെ പ്രത്യക്ഷതയിൽ ലജ്ജിച്ചു പോകാതെ നാം നിലനിൽക്കും. അതിനൊരു മാറ്റവുമില്ല. കാരണം നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കും. ദൈവം നമ്മെ നിർത്തുന്നു. പ്രിയമുള്ളവരെ, 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിന്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ വിളിക്കുന്ന വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കുന്നു, അവനത് ചെയ്യുമെന്ന്. വീഴാതെ നിങ്ങളെ ദൈവസന്നിധിയിൽ നിർത്തുമെന്ന്. 1 കൊരിന്ത്യർ ലേഖനം 1-ന്റെ 8-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം അവൻ ഉറപ്പിക്കും. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കാരണം ദൈവം എന്നെ അവസാന നിമിഷം വരെയും അവന്റെ കൃപയിൽ നിലനിർത്തും. ഞാൻ വീടുവാൻ ഒരിക്കലും എന്റെ കർത്താവ് സമ്മതിക്കുന്നില്ല. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഇപ്രകാരം നമുക്ക് വീണ്ടും വായിക്കുവാൻ കഴിയുന്നത്, അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തുമെന്ന്. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതാനുഭവങ്ങളിൽ താൻ ഇങ്ങനെ പറയുന്നു. 2 തിമോഥെയോസ് 1-ന്റെ 12 എങ്കിലും ഞാൻ ലജ്ജിക്കുന്നില്ല, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ എന്നെ അവൻ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കും. പ്രിയമുള്ളവരെ, ദൂത് നിന്നും ഈ പകൽക്കാലം നമുക്ക് ഏറ്റവും ആശ്വാസവും ബലവും ധൈര്യവും ശക്തിയൊക്കെ പ്രദാനം ചെയ്യും. നാം നിൽക്കുകയല്ല, ദൈവം നമ്മെ നിർത്തുകയാണ്, ദൈവം നമ്മെ നിലനിർത്തുകയാണ്. വീഴ്ചയ്ക്ക് കാരണങ്ങൾ അനവധിയുണ്ട്. കാരണം അപ്രകാരമുള്ള ഒരു പ്രതലത്തിലാണ്, സാഹചര്യത്തിലാണ്, ഒരു അന്തരീക്ഷത്തിലാണ്, ലോകത്തിന്റെ ഒരു ക്രമത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. പക്ഷെ അവിടെയും ജീവിതാവസാനം വരെയും എന്നെ സൂക്ഷിക്കുന്നു, എന്നെ നിർത്തുന്ന നല്ലൊരു ഉപനദിയായി എന്നിൽ വസിച്ചുകൊണ്ട്, ഒരു വലിയ നിക്ഷേപം എന്റെ മേൽ പകർന്നുകൊണ്ട്, കൃപ എന്റെ മേൽ വ്യാപരിച്ചുകൊണ്ട് എന്നെ കർത്താവ് നിർത്തുമെന്ന് ഈ വചനത്തിൽ നമുക്ക് പ്രത്യാശമാക്കാം. കർത്താവിൽ കൂടുതൽ ആശ്രയിക്കാം. വീഴാതെ നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവം. വീഴ്ചയ്ക്ക് പലവിധ കാരണങ്ങൾ ശത്രു ഒരുക്കുന്നു, പിശാച് സൃഷ്ടിക്കുന്നു. പക്ഷേ പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി പോവാൻ അനുവദിക്കാതെ എന്നെ സൂക്ഷിക്കുന്ന, കരം പിടിച്ച് അക്കരെ എത്തുവോളം വഴി നടത്തുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ഉണ്ട്. ആ ഉറപ്പ്, ആ ഒരു ധൈര്യം, ആ ഒരു പ്രത്യാശ ഇന്ന് പലക്കാലം പ്രിയമുള്ളവർ നമുക്ക് ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലസ് യു.